अभिजीत कुमार अम्मा നമ്മൾ റിയാക്ഷൻ ചെയ്യാൻ പോകുന്ന നമ്മുടെ മലയാളത്തിൽ നിന്ന് പുതിയൊരു ട്രെയിലർ വന്നിട്ടുണ്ട്, ബാലൻ എന്ന് പറഞ്ഞിട്ട്. ആൻഡ് അതിന്റെ എന്താ പറയാ, നമ്മൾ കാസ്റ്റ് സംഭവങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര പുതിയ പേരുകളാണ്. ആൻഡ് പഴയ ആളുകളും ഉണ്ട് കേട്ടോ. പക്ഷെ എന്ന് വെച്ചാൽ അവര് കുറെ നാളൊക്കെ ആയിട്ട് പടത്തിൽ അഭിനയിക്കാത്ത ആളുകളൊക്കെയാണ്. പ്രത്യേകിച്ച് ബീന ആന്റണി ചേച്ചിയുടെ പേരൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ഒരു പുതിയൊരു സംഭവം ഫീൽ ചെയ്തു. പിന്നെ അതുപോലെ തന്നെ ഏറ്റവും വലിയൊരു എക്സൈറ്റിംഗ് എലമെന്റ് എന്ന് പറയുന്നത് ഇതിന്റെ റൈറ്റർ ഡയറക്ടർ കോംബോ ആണ്. കാരണം ആവേശ് മൂവിയുടെ ഡയറക്ടർ ആയിട്ടുള്ള ആളാണ് ഇതിൽ റൈറ്റർ ആയിട്ട് വരുന്നത് ജിത്തു മാധവൻ. ആൻഡ് മഞ്ഞുമൽ ബോയ്സിന്റെ ലാസ്റ്റ് ഇറങ്ങിയ ബ്ലോക്ക് ബസ്റ്റർ ആയിട്ടുള്ള പടത്തിന്റെ ഡയറക്ടർ ചിദംബരാണ് ഇതിന്റെ ഡയറക്ടർ ആയിട്ട് വരുന്നത്. ആൻഡ് അറ്റ് ദ സെയിം ടൈം ഗിരീഷ് ഷെഡി അദ്ദേഹം ഡയറക്ടർ അഭിനയിക്കുന്നുണ്ട് ഇതിനകത്ത്. അപ്പോ ഭയങ്കര ഒരു ഡിഫറെന്റ് കോമ്പിനേഷൻസ്. പിന്നെ ഏറ്റവും എടുത്തു പറയേണ്ടെന്നറിയോ, എനിക്ക് തോന്നുന്നു ബാലനല്ലേ മലയാളത്തിലെ ആദ്യത്തെ ചലനചിത്രം, അങ്ങനെന്തോ ഒരു ചരിത്രമില്ലേ, പണ്ടത്തെ എന്തോ ഒരു സംഭവം ഉണ്ട് നമ്മളെ ക്വിസിലൊക്കെ പണ്ട് ഉണ്ടാവാറുണ്ട്. ആദ്യത്തെ എന്തായിരുന്നു ചിത്രോ എന്തോ അങ്ങനെന്തോ ഒരു പേരില്ലേ, അങ്ങനെന്തോ ഒരു സംഭവം ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് എന്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിലേ എന്തോ ഉണ്ട് അങ്ങനെ. അങ്ങനെയാണ്. പക്ഷെ സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര നമ്മളെ എക്സൈറ്റ് ചെയ്യിപ്പിച്ച് എന്തുകൊണ്ട് നമ്മളത് റിയാക്ട് ചെയ്യുന്നു വെച്ചാല് ഇതിന്റെ വ്യൂസ് കണ്ടിട്ടാട്ടോ. അതായത് എന്താ പറയുക, യൂഷ്വലി ഓക്കെ ഡയറക്ടർ ഒബിയസ്ലി ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം എന്ന് നമുക്ക് തോന്നി. പക്ഷെ അഗെയിൻ സ്റ്റാർ കാസ്റ്റ് നോക്കുന്ന സമയത്തും നമുക്ക് അറിയാത്ത ആളുകളുള്ളത്. അപ്പൊ പക്ഷെ എന്താണെന്ന് വെച്ചാൽ മെയിൻ സ്റ്റാർ കാസ്റ്റ് എന്ന് പറയാനായിട്ട് ഇതിനകത്തില്ല. എല്ലാം പുതിയ പേരുകളാണ് ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് കുട്ടികളുടെ കുറച്ചധികം പേരുകളും കൊടുത്തിട്ടുണ്ട്. കേൾക്കുന്ന സമയത്ത് ഒരു പുതിയ ട്രെൻഡി പേരുകൾ കുറെ കാണുന്നുണ്ട്, പെട്ടെന്ന് വായിൽ കൊള്ളാൻ പറ്റാത്ത പേരുകളൊക്കെ. അപ്പൊ നമുക്കറിയാം ഏകദേശം ഒരു പുതിയ കുട്ടികളുടെ പേരായിരിക്കും അങ്ങനെ വരുന്നത്. അതായത് കുറച്ചൊരു സ്റ്റൈലിഷ് ഡിഫിക്കൽട്ട് പേരുകളൊക്കെ. അപ്പൊ എന്താ സംഭവം നോക്കാം, എന്തുകൊണ്ടാണ് ഇത്രയും ആളുകൾ ഏറ്റെടുത്തതെന്നുള്ളത്. ഓൺലി ബിക്കോസ് ഓഫ് എ ഡയറക്ടർ ആൻഡ് എ റൈറ്റർ, അല്ലാന്നുണ്ടെങ്കിൽ ഇതിനകത്ത് കണ്ടന്റ് കൊണ്ടാണോ. ആ ഒരു പേരൊക്കെ ഭയങ്കര എന്താ പറയാ, ഭയങ്കര മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു പേരാണ് വരുന്നത്. ആൻഡ് ഭയങ്കരമായിട്ട് ഒരു പടത്തിനൊക്കെ നമുക്ക് പേര് കൊടുക്കാൻ പറ്റുന്ന ഒരു പേര് അല്ലെ, ഒരു പഴയ പേര് ആണ് ബാലൻ എന്നുള്ള. ശരിക്കും പഴയ പേരാണ് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ. അങ്ങനെ എന്തോ ഒരു ലാൻഡ്മാർക്കോ സിഗ്നേച്ചർ ഒക്കെ ഉള്ള ഒരു ബാലൻ, ബാലിക, അതൊക്കെ നമ്മൾ അധികം ഉപയോഗിക്കാത്ത വാക്കുകളാണ് ഇപ്പൊ. കാരണം ഇപ്പൊ നമ്മൾ കാരണം പണ്ടൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ മലയാളം ടെക്സ്റ്റ് ബുക്കിലൊക്കെ നമ്മൾ ഉപയോഗിക്കുമായിരുന്നു ബാലിക, ബാലൻ എന്നൊക്കെ. പക്ഷെ അത് ഇവൻ കുറച്ച് കഴിഞ്ഞപ്പോഴാണെന്നുണ്ടെങ്കിൽ മലയാളം ടെക്സ്റ്റ് ബുക്ക് എന്ന് വരെ മാറിപ്പോയ കുറെ വാക്കുകളാണ് അതൊക്കെ. വെറുതെ അല്ല, ആവേശം ആ ഒരു വേർഡ് തന്നെ ഉപയോഗിച്ച ആളാണ് ജിത്തു മാധവൻ. അപ്പോ നമ്മൾ ഇത്രയും കാലമായിട്ട് അങ്ങനത്തെ വേർഡൊക്കെ ഉണ്ടായിട്ട് നമ്മൾ ഉപയോഗിക്കാണ്ടിരിക്കാന്ന് നമ്മൾ പ്രേമൊക്കെ പറഞ്ഞ പോലെ. അപ്പോൾ ചിലപ്പോൾ അതായിരിക്കാം ഇപ്പോൾ ഈ ഒരു സിനിമക്ക് ഉപയോഗിക്കുന്ന. സുഷിൻ ശ്യാമാണ് മ്യൂസിക് ഡയറക്ടർ. മൊത്തത്തിലൊരു പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു സൈഡ് ഉണ്ട്, അത് ടെക്നിക്കൽ സൈഡ് പ്രോമിസിംഗ് ആണ്. ബാക്കി നമുക്ക് എന്തായാലും കണ്ടു നോക്കാം. റെഡി? ജാനമണ്ഡൻ മഞ്ഞുമ ഡയറക്ടർ. ഈ പയ്യനെ കണ്ടുണ്ടോ? अभिजीत कुमार ക്വാളിറ്റി. പയ്യൻ ഓ പറയാൻ പറ്റില്ല. പേരുണ്ടാ സ്കോറ് എടാ മഞ്ഞുമൽ വന്നു. ഓ കണ്ണുണ്ടാ, നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ടല്ലോ. അതാ ബാലൻ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞത്. പേരെ പോലെ ഫീൽ ഗുഡ് പടം പോലെയല്ലേ തോന്നുന്നു. ആരോടും പോയി കഥ ഒന്നും പറഞ്ഞു നോക്കരുത്, പ്രത്യേകിച്ച് പോലീസുകാരോട്. ഒരു ചക്രം തേടി വെട്ടിക്കണ്ടിച്ച് കുഴിച്ച് ഓടിയാ, അതാണ്
സ്റ്റൈല്. പുതിയ കാലത്തെ കഥ ഏകദേശം. ചിദംബരം എന്തെങ്കിലും പറയടാ. അമ്മ അമ്മയും മോനും കേട്ടോ, രണ്ടുപേരും തകർത്ത്. ഒരുമാതിരി മറ്റേ ഈ ഇംഗ്ലീഷ് മൂവീസ് കാണുന്ന ഒരു ഫീൽ. ജൂൺ 19 കേട്ടോ. അതായത് നമ്മളുടെ ഹൊറർ മൂവീസ് ഒക്കെ കാണില്ലേ, അതായത് മറ്റേ നമ്മളെ പണ്ട് ആ ഒരു കോൺജറിങ് ഒക്കെ വന്ന സമയത്ത് നമ്മൾ കാണുമ്പോൾ ഒക്കെ എന്തോ ഒരു സംഭവം വരുന്നു എന്നുള്ളല്ലേ, ആ ഒരു മറ്റേതൊക്കെ പോലെ തോന്നിയായിരുന്നു എനിക്ക്. മറ്റേ പടമില്ലേ, ആ വീടിന്റെ പടമില്ലേ, എന്താണ് വീട്, മറ്റേ സൈനികത്തിന്റെ മറ്റേ ഭൂതകാലത്തിന്റെ ഒരു ഭയങ്കരമായിട്ട് വൈബ് അടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താണ് മഞ്ഞുമല അടിച്ചിട്ടുണ്ടായിരുന്നു, ഭൂതകാലം ഉണ്ടായിരുന്നു, ആവേശത്തിന്റെ ഒരു എവിടെ ഇല്ല, ഇല്ല ആവേശമില്ല. മറ്റേ പടം വേറൊരു പടം ഇല്ലേ, ഏത് മറ്റേ ജാനമൻ തന്നെയാണോ ചിദംബരത്തിന്റെ? ജാനമനിലെ ഒരു സാധനം അടിച്ചില്ല, ഒരു ലൊക്കേഷനൊക്കെ. ജാനമൻ മൂവി ഓർമ്മയില്ലേ? അതിലും ക്ലൈമാക്സിലോട്ട് വരുമ്പോൾ ഭയങ്കര ഇമോഷണൽ ആവണത്. മറ്റേ ബേസിൽ അഭിനയിച്ച പടം. ആ ബേസിൽ ആരോ ഉള്ള വേറെ ബേസിലായിരുന്നു അതിന്റെ മെയിൻ റോൾ. മറ്റേത് ഒരു ഗ്യാങ് ഓഫ് അപ്പുറത്ത് നിന്നിട്ട് വെള്ളമൊക്കെ അടിക്കുന്നതൊക്കെ. ഓക്കെ മനസ്സിലായി. അതിന്റെ ഒക്കെ ഒരു വൈബ് അടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് കുറച്ചുകൂടി ഭൂതകാലത്തിന്റെ ഒരു, പക്ഷെ ഭയങ്കര ഒരു ഒട്ടും പേടിപ്പിക്കുന്ന വെച്ചാലും മറ്റേ ഭയങ്കര ഒരു സ്കേറി ആയിട്ടല്ല, പക്ഷെ ഭയങ്കര ഒരു ഭയങ്കര ഒരു ത്രില്ലിങ് സംഭവമാണ്. അതായത് നമ്മൾ പെട്ടെന്ന് എന്താ പറയുക, യൂഷ്വലി കാണുന്ന സമയത്ത് അമ്മ കുട്ടീനെ ഹേർട്ട് ചെയ്യുന്ന അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അല്ലേ യൂഷ്വലി കാണുന്നത്. കാരണം പക്ഷെ ഇതിനകത്തെന്ന് പറഞ്ഞാൽ ഏകദേശം എന്താ പറയുക, അമ്മയും കുട്ടിയും കൂടെ ഒരുമിച്ച് നിൽക്കുന്നതാണ് കാണിക്കുന്നത്. അതായത് എന്തോ ഒരു ബാക്ക് സ്റ്റോറി ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു ആ ഒരു ലേഡീനെ ഭയങ്കര സ്ട്രോങ് ആയിട്ട് കാണിച്ചിട്ടുണ്ട്. ആ ക്യാരക്ടറിന് എന്തൊക്കെയോ ഒരു റിവെഞ്ചസ് ഒക്കെ ഉള്ളതുപോലെ ഉണ്ട്. അതെ, എനിക്ക് തോന്നുന്നു ആള് മറ്റേ ഈ ഡ്രാമാസ് ഒക്കെ ചെയ്തിട്ടുണ്ടോ എന്നൊരു ഭയങ്കര ഫേസ് ഫീച്ചർ അടിപൊളിയായിട്ട്, അത് ആ ഒരു പ്രൊമിനന്റ് ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നൊരു. പിന്നെ അതുപോലെ തന്നെ കുട്ടിയാണെങ്കിലും ഭയങ്കര ആ ഒരു ക്യൂട്ട്നെസ്സും ഇന്നസെൻസും എല്ലാം കൂടി വെച്ചിട്ട് ആ കുട്ടീനെ നന്നായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട് സിനിമേന്റെ അല്ലേ. കുട്ടിയാണ് എനിക്ക് തോന്നുന്നു, മറ്റേ അതിനകത്ത് പറഞ്ഞില്ല, അതായത് കുട്ടിയാണ് സാക്ഷി എന്നുള്ളത്. പക്ഷെ എനിക്ക് തോന്നുന്നു ഒരു സ്ഥലത്ത് പോലും കുട്ടി മറ്റേ വിട്ടുകൊടുക്കുന്നില്ല, അല്ലെങ്കിൽ രണ്ടുപേരും വിട്ടുകൊടുക്കാത്ത രീതിയിലുള്ള. അതായത് കുട്ടിയുടെ ഇന്നസെൻസ് കൊണ്ട് നമുക്കറിയാം, പല രീതിയിൽ പല തരത്തിലുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമുക്കറിയാം കുട്ടികൾ എന്തായാലും പറയുന്നുള്ളൂ. പക്ഷെ ഇവിടെ കുട്ടി ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ് ആയിട്ട്, കുട്ടിക്ക് എന്തൊക്കെയോ അറിയാം, അതല്ലേ അമ്മൂമ്മ ഹേർട്ട് ചെയ്യോ എന്നൊക്കെ ചോദിക്കുന്നവിടെ. അപ്പൊ അതെന്തൊക്കെയോ അറിയാം, പക്ഷെ കുട്ടിക്കും അറിയാം ഇങ്ങനെ പേരുകളൊക്കെ മാറ്റി മാറ്റി ഇതാണ്. അപ്പൊ ആളെന്ന് പറയുന്നത് ഭയങ്കര ഒരു മെന്റലി ഭയങ്കര മെച്യൂർഡ് ആയിട്ടുള്ളൊരു കിഡിനെ പോലെയാണ് കാണിച്ചിരിക്കുന്നത്. അപ്പൊ ആ ഒരു തീം എനിക്ക് കുറച്ചുകൂടി ഒരു ഡിഫറെന്റ് ആയിട്ട് തോന്നി. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഒരു വെറൈറ്റി ഫീല് തോന്നുന്നത്. അതായത് ഇവരുടെ കയ്യിൽ സേഫാണ്, ഈ ഡയറക്ടേഴ്സിന്റെ ഒക്കെ കയ്യിൽ ഇനിയുള്ള മലയാള സിനിമ എന്ന് പറയുന്നത്. കാരണം വെറുതെ ഒരു എപ്പോഴും ഇറക്കുന്ന സിനിമകളല്ലാണ്ട് എന്തെങ്കിലും ഒരു പുതിയ സാധനം, ഭയങ്കര പുതിയത്, അതും കാലത്തിനനുസൃതമായിട്ട്. കാരണം ഇപ്പൊക്കെ നമ്മൾ കുറേ ഇങ്ങനത്തെ കഥകളൊക്കെ കേൾക്കുന്നതാണ്. അപ്പൊ ആ ഒരു സ്റ്റോറീസ് ഒക്കെ ഏകദേശം റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ആ ഒരു അമ്മ കുട്ടി സംഭവങ്ങളൊക്കെ. പിന്നെ അതുപോലെ തന്നെ ടെക്നിക്കൽ സൈഡ് നോക്കിക്കഴിഞ്ഞാൽ ആ സ്കോർ വരുന്ന രീതിയാണെങ്കിലും വിഷ്വൽസിൻ്റെ ആ ഒരു ക്വാളിറ്റി, ഷൈജു ഖാലിദാണ് ക്യാമറ, എല്ലാം കൊണ്ടും. ആൻഡ് എന്തുകൊണ്ട് ഒരു ഡയറക്ടർ തന്നെ റൈറ്റ് ചെയ്തില്ല, വേറൊരു ഡയറക്ടർ വന്ന് റൈറ്റ് ചെയ്തെന്നുള്ളൊരു അതും നമുക്ക് ഭയങ്കര സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലാണ് ട്രെയിലർ ഉള്ളത്. ഒന്നും വിട്ട് തരുന്നില്ല, പക്ഷെ അതിനകത്ത് എന്തൊക്കെയോ വലിയ സംഭവങ്ങൾ ഉണ്ടെന്ന് തരുന്നുണ്ട്. തിയേറ്ററിൽ കാണാനുള്ളൊരു സാധനം നമുക്ക് വെച്ചിട്ടുണ്ട് സിനിമേനകത്ത് അല്ലേ. എന്തായാലും ഷുവർ ആയിരിക്കും പടം നന്നാവുന്നുള്ളത്. കാരണം 2 ബ്ലോക്ക് ബസ്റ്ററുകൾ അടിച്ചിട്ടുള്ള 2 ഡയറക്ടേഴ്സ് ഒന്നിക്കുന്ന ഒരു പടമാണ്. ത്രില്ലറിന്റെ കൂടെ എന്റർടൈൻമെന്റ് കൂടി വന്നു കഴിഞ്ഞാൽ പിന്നെ പറയണ്ട. കാരണം രണ്ടും ഉണ്ടാവും എന്തായാലും, അത് ഷുവറാണ്. കാരണം മഞ്ഞുമൽ ബോയ്സ് ഭയങ്കര ഒരു ഫ്രഷ്നെസ് ഫീലും തോന്നി. അതായത് ഓരോ റിപ്പീറ്റഡ് ഫേസസ് അല്ലാത്തത് കൊണ്ട് അതിനായിരിക്കും ചിലപ്പോൾ അങ്ങനെ കാസ്റ്റ് ഭയങ്കര ഒരു ഫ്രഷ് നമുക്ക് തോന്നി. അതായത് ചിലപ്പോ ഇതൊരു അറിയുന്ന ഫേസസ് ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഇങ്ങനെ തോന്നില്ല, ചിലപ്പോൾ നമുക്ക് കണ്ട കഥ പോലെയൊക്കെ തോന്നാം. പക്ഷെ ഇതെന്ന് പറയുന്നത് അതാണ് ഒരു ഭയങ്കര ഒരു ഹോളിവുഡ് ടച്ച് ഭയങ്കരമായിട്ട് നമുക്ക് ഫീൽ ചെയ്തു എന്നുള്ളതാണ് കണ്ട സമയത്ത്. അതായത് നമുക്ക് ഒന്നുമില്ല, ഭയങ്കര പെർഫെക്ഷൻസ് ഓരോ ഷോട്ടിലൊക്കെ കൊടുത്തിരിക്കുന്ന ആ ഒരു കട്ട് ചെയ്തേക്കുന്നതൊക്കെ ഭയങ്കര ഒരു പെർഫെക്റ്റ് ആയിട്ട് നമുക്കൊരു ഹൊറർ ഫീലൊക്കെ തരുന്ന രീതിയിൽ, പക്ഷെ ഒരു ത്രില്ലിംഗ് ഹൊറർ ഫീലാണ് ഭയങ്കരമായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത്. മറ്റേ മഞ്ഞുമൽ നമ്മൾ റിയാക്ട് ചെയ്ത സമയത്തടക്കം നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ലേ. ഇവൻ അതിൻ്റെ അകത്ത് ഹൊററോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ലെങ്കിലും നമുക്ക് ഭയങ്കരമായിട്ടൊരു ഹോണ്ട് ഫീൽ ചെയ്യുന്ന രീതിയിൽ അത് കൊണ്ടുവരും. അങ്ങനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇവർക്ക്
പറ്റും അത് കാണിച്ചു തന്നിട്ടുണ്ട്. എന്തായാലും ഗംഭീര സംഭവം, ഗംഭീരാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത് ഇത്രയും കയറിയതും. കണ്ടന്റ് ക്വാളിറ്റി ഉണ്ട്, നല്ല ക്വാളിറ്റി ഉണ്ട്. എൻ്റെ ആ ഒരു റിയലി വെയിറ്റിംഗ്. ആൻഡ് ജൂൺ 19 പടം ഇറങ്ങുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു ആ ഒരു ബഡ്ജറ്റിലായിരിക്കാം ചിലപ്പോൾ അത് ചെയ്തിരിക്കുന്നവർ. ആസ് യൂഷ്വൽ അവരങ്ങനെയാണ് ചെയ്യാറ്. പ്രത്യേകിച്ച് ഇത് ബേസ്ഡ് ഓൺ റിയൽ ഇൻസിഡൻസ് ഒക്കെ ആണോ എന്നുള്ളത് കണ്ടറിയണം. കാരണം ഇവരെ കുറച്ചുകൂടി അങ്ങനെയൊക്കെ എടുക്കുന്ന ആളുകളാണ്. പക്ഷെ എന്തായാലും ഭയങ്കര ഒരു നമുക്ക് തോന്നും ഓക്കെ ഇങ്ങനെയൊക്കെ എവിടെയെങ്കിലും ഒക്കെ നടന്നിട്ടുണ്ടോ എന്ന് തോന്നിപ്പിക്കുന്ന ഒരു ഫീലും ഭയങ്കരമായിട്ടുണ്ട്. ഡയലോഗ് ഭയങ്കര ഇഷ്ടപ്പെട്ട്. അത്രയേ ഉള്ളൂ. നിങ്ങളുടെ ഒപ്പീനിയൻ പറയാം. അടുത്ത വീഡിയോയിൽ കാണാം.